ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മലബാർ ജില്ലാ കോൺഗ്രസ് ആണ്. 1916 മുതൽ 1920 വരെയാണ് ഈ ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് 5 സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത്. അപ്പം നമുക്ക് ആദ്യം 1916 നോക്കാം. പാലക്കാടാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നേറ്റീവ് ഹൈസ്കൂളിൽ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആനി ബസൻ്റ് ആണ്. പിന്നെ സ്വീകാര്യ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൽ കൊല്ലങ്ങാട് വാസുദേവരാജയാണ് സ്വീകാര്യ അധ്യക്ഷനാവുന്നത്. ഇനി 1917 കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ സർ CP രാമസ്വാമി അയ്യരാണ്. ഇതിൻ്റെ സ്വീകാര്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് KP രാമൻ മേനോനാണ്. ഇനി 1918 തലശ്ശേരിയിലാണ് സമ്മേളനം നടക്കുന്നത്. അധ്യക്ഷൻ ആസിം ഖാനാണ്. സ്വീകാര്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചിറക്കൽ രാജാവാണ്. ഇനി 1919 വരികയാണെങ്കിൽ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് വടകരയിൽ വെച്ചിട്ടാണ്. അധ്യക്ഷൻ KP രാമൻ മേനോൻ. സ്വീകാര്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് കടത്തനാട് ഇളയ തമ്പുരാനാണ്. ഇനി 1920 മഞ്ചേരിയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കസ്തൂരി രംഗ അയ്യറാണ്. ഇതിൻ്റെ സ്വീകാര്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് നിലമ്പൂർ ഇളയരാജയാണ്. ഈ കസ്തൂരി രംഗ അയ്യരാണെന്ത് ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപനായിട്ടുള്ള ഒരാളാണ്. ആര്? കസ്തൂരി രംഗ അയ്യർ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു മലബാറിലെ പ്രധാന കോൺഗ്രസ് പ്രവർത്തകരെയാണ്. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, K മാധവൻ നായർ, MP നാരായണ മേനോൻ, E മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് തുടങ്ങിയവരാണ് മലബാറിലെ പ്രധാന കോൺഗ്രസ് പ്രവർത്തകർ. ഇനി നമ്മൾ ഓരോ സമ്മേളനത്തിലും പഠിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം 1916 സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് KP കേശവ മേനോനാണ്. ഇനി 1917 വരികയാണെങ്കിൽ ഏഷ്യയിലെ ജനങ്ങളുടെ ഉണർവ് എന്ന വിഷയത്തിൽ ആനി ബസൻ്റ് എന്താണ് പ്രത്യേക പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇനി 1918 വരികയാണെങ്കിൽ ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിന് ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ എന്താണ് പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് ഹോം റൂൾ ലീഗ് സംഘത്തിൽ ഉൾപ്പെട്ട ഒരു നേതാവായിരുന്നു മഞ്ചേരി രാമയ്യങ്കാർ. പക്ഷേ ഇവരെന്താണ് അവിടെ വരെ എത്തുന്നില്ല. ജിബ്രാൾട്ട് വരെയാണ് എത്തുന്നുള്ളത്. എന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താണ് അങ്ങോട്ടുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 1920 വരികയാണെങ്കിൽ ആനി ബസൻ്റ് ഇറങ്ങിപ്പോയ സമ്മേളനമാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പിളർപ്പ് വരികയാണ്. അതിനുശേഷം എന്താണ് ആനി ബസൻ്റ് ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1920 സമ്മേളനത്തെ കേരളത്തിലെ സൂറജ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഒരു 1920 ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണ പരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ എന്താണ് ചർച്ച ചെയ്തത് ഈ ഒരു 1920 കാലഘട്ടത്തിലെ ആ ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതായത് 5ാം കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫാക്റ്റുകൾ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് രൂപീകരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം 1885 എന്ത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ശേഷം 1903 എന്താണ് കോഴിക്കോട് വെച്ചിട്ട് എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം നടക്കുകയാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് C വിജയരാഘവ ആചാര്യാണ്. അതിനുശേഷം 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഈ ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെന്നും പറയുന്നത് അത്ര വലിയ ജനങ്ങൾക്കിടയിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല. കാരണം എന്താണ് അതിലെ പല പ്രഭാഷണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവർക്ക് അതൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയായിരുന്നുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ ഹോം റൂൾ ലീഗ് വരുന്നത്. അപ്പം ഹോം റൂൾ ലീഗ് എന്താണ് മലബാറിൽ ശാഖ ആരംഭിക്കുന്നത് 1916 അപ്പം ആ ഒരു ഹോം റൂൾ ലീഗും അതുപോലെ തന്നെ ഈ ഒരു കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ ചേർന്നിട്ടാണ് പിന്നീട് മലബാറിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഈ ഒരു മലബാർ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഞ്ചേരി രാമയ്യറാണ്. ഇനി ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് KP കേശവ മേനോനാണ്. അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു മലബാറിൽ INCയുടെ പ്രവർത്തനം ശക്തി പ്രാപിക്കാൻ കാരണമായത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോം റൂൾ ലീഗിൻ്റെ വരവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഹോം റൂൾ ലീഗ് വന്നതിന് ശേഷമാണ് ഈ ഒരു സാധാരണക്കാരെന്താണ് ഈ ഒരു INC പ്രവർത്തനത്തിൽ അറിയാനും അതിൽ കൂടുതലായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ മലബാർ ജില്ലാ കോൺഗ്രസ് എന്നുള്ള ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്.